അവിലും മുട്ടയും വെച്ചിട്ടുണ്ടാക്കിയ ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ഇത്. അതിന് ഒരര കപ്പ് അളവിൽ അവിലെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകാൻ പാടില്ല. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ച് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 സവാള ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ കുതിർക്കാൻ വെച്ച അവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മസാല നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.